നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഗൈഡൻസ് മെസ്സേജ് കൂടി കാണാമെന്ന് ഞാൻ ആക്ച്വലി അതിൽ വല്ലാതെ ഇമോഷണൽ ആയിപ്പോയി. ബിക്കോസ് ഞാൻ പെട്ടെന്നാണിത് റീഡിങ് ഇന്ന് ചെയ്യാനിരുന്ന് ഒന്ന് സെറ്റിംഗ് വെച്ചപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത് ചിലപ്പോൾ ഇന്ന് ഈ ഒരു പ്ലേസിലിട്ടുന്നിട്ടുള്ള എൻ്റെ അവസാനത്തെ റീഡിംഗ് ആയിരിക്കും എന്നെനിക്ക് തോന്നി. ഇനി ഞാൻ ചെയ്താലും ചിലപ്പോൾ ഈ ടേബിളും സാധനമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ വേറെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്യേണ്ടി വരിക. എൻ്റെ എല്ലാം ഒന്ന് സെറ്റ് ആവുന്നവരെ, ഇനി ഒരു പുതിയ വീട്ടിൽ പോയി എത്തുന്നവരെ കുറച്ച് 1 വീക്ക് എന്തായാലും ഞാൻ അടുത്ത മൺഡേ തൊട്ട് ഞാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും ഒരുവിധം കറക്റ്റായിട്ട് വരാൻ. നെക്സ്റ്റ് വീക്കിലേക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ബട്ട് ഇപ്പോൾ പെട്ടെന്നാണ് ഞാനിങ്ങനെ എൻ്റെ ആകെ ഇമോഷണൽ ആയിപ്പോയി ഞാൻ. ബിക്കോസ് ഇവിടെ വെച്ചിട്ടാണ് ഞാൻ, ഈ വീട്ടിലാണ് ഞാൻ മെഡിറ്റേഷൻ, സ്പിരിച്വൽ എൻ്റെ ജേർണി കാര്യങ്ങളൊക്കെ വന്നത്. ഞാൻ ടാരോ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് 2 കൊല്ലമായോ 2-3 കൊല്ലമായി എനിക്ക് തന്നെ മറന്നു. ഓക്കെ, സോ അത് നടക്കുന്നുണ്ട്. അത് തുടങ്ങി. ഈ ഒരു ടേബിള്, ഈ ഒരു സെറ്റിംഗ് ഞാൻ കുറേ ആയിട്ട് ഇതിൽ തന്നെയാണ് ഇരിക്കുന്നത്. സോ പെട്ടെന്നാണ് ഞാൻ ഓർത്തുപോയത് ഇതിവിടെ ചിലപ്പോൾ ഇന്നത്തെ ഈ റീഡിങ് ഇവിടുത്തെ ലാസ്റ്റ് ആയിരിക്കും എന്ന രീതിക്ക് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന്. എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവും അല്ലേ. 9 എൻഡിങ്സ് മേ ബി എൻ്റെ ലൈഫിലും ചില എൻഡിങ്സ് നടക്കണം. പക്ഷെ അത് കഴിഞ്ഞ് ന്യൂ ബിഗിനിങ് ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലെറ്റ്സ് സീ എന്താണാവോ വരാൻ പോകുന്നത്. ഓക്കെ, എല്ലാം ഇവിടെ ഞാൻ ബാബയുടെ മുമ്പിലാണ് ഞാൻ സമർപ്പിക്കുക. സോ ബാബ കൊണ്ടുപോകുന്ന പോലെ അങ്ങനെ പോട്ടെ. ഓക്കെ, ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന റീഡിങ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങൾ ആക്ച്വലി കോണ്ടാക്റ്റ് ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്ന രീതിക്ക് നോക്കാം. ആൻഡ് കോണ്ടാക്റ്റ് ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് എപ്പോഴാണ് പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു കോണ്ടാക്റ്റ് വരിക എന്ന രീതി കൂടി ഞാൻ എടുക്കും ചെക്കിങ്. സോ 2 സെക്ഷനായിട്ട് വിചാരിക്കാം. നിങ്ങൾ കോണ്ടാക്റ്റ് ഉള്ള ആൾക്കാർ, ഓക്കെ, ആദ്യം നോ കോണ്ടാക്റ്റ് എടുക്കാം. ഓക്കെ, നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ആൻഡ് അവരെപ്പോൾ നിങ്ങളോട് കോണ്ടാക്ട് ചെയ്യും, റീച്ച് ഔട്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. ആൻഡ് ഒരു ആക്ഷൻ അവരുടെ ഭാഗത്ത് എപ്പോൾ വരും നോക്കാം. ആൻഡ് കോണ്ടാക്ട് ഉള്ളവരാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കേട്ടോ. സോ 2 സെക്ഷനായിട്ട് വിചാരിച്ചോളൂ. ഓക്കെ, ലെറ്റ്സ് സീ. കോണ്ടാക്ട് ഇല്ലാത്തവർക്ക് ഫസ്റ്റ് നോ കോണ്ടാക്ട്, സെപ്പറേഷൻ, ഈവൻ ലൈക്ക് ചിലപ്പോൾ ടോട്ടലി ബ്ലോക്ക് അങ്ങനത്തെ ആവണമെന്നില്ല, ജസ്റ്റ് മാറി നിൽക്കുന്നു എന്ന രീതിക്കായിരിക്കാം, സൈലൻസ് ആയിരിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ള ആൾക്കാർക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്. എംപ്രസ്, 10 ഓഫ് സോർഡ്സ്, 9 ഓഫ് വാൻഡ്സ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ അകൽച്ച എനിക്ക് കാണുന്നുണ്ട്. 2 തരത്തിൽ പറയാം സിറ്റുവേഷൻ. ഒന്ന്, നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. ഫാമിലി കാണുന്നുണ്ട് എനിക്ക്, ഫാമിലി കാർഡ് ഉണ്ട്. ഓക്കെ, എംപ്രസ് ഉണ്ട്. ഫാമിലി ആയിട്ട്, ഫാമിലി കാർഡ്, നിങ്ങളെ കാണുന്ന ഒരു എംപ്രസ് ആയിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളോട് വളരെയധികം ശരിക്കും ഒരു ഫാമിലി എന്ന രീതിക്ക് അവർക്ക് ഫീലിംഗ് ഉണ്ട്. മാരേജ് ചെയ്യാൻ പറ്റും നമ്മൾ എന്ന് ചിന്തിക്കില്ലേ. ലേഡി ആവണമെന്നില്ല കേട്ടോ. ഓക്കെ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കുക പ്ലീസ്. ജെൻസ് ആയാലും ലേഡീസ് ആയാലും നിങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലൊരു മാരേജ് ചെയ്ത് ഒരു ഫാമിലി പോലെ നിങ്ങൾ നല്ലൊരു പാർട്ട്ണറാണ് എന്ന രീതിക്കാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. പക്ഷേ ഇവിടെ 10 ഓഫ് സോർഡ്സ് ആൻഡ് 9 ഓഫ് വാൻഡ്സ് കാണുന്നുണ്ട്. സോ എവിടെയോ നിങ്ങളെ ഒരു ചീറ്റിംഗ് എനർജി അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചായിട്ട് നിങ്ങൾ തമ്മിലൊരു എൻഡിങ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. എൻഡിങ് ആൻഡ് ബ്ലോക്ക് എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ജസ്റ്റ് ഒരു അകൽച്ച, മാറി നിൽക്കൽ എന്ന രീതിയിലായിരിക്കും. ഫീലിങ്സിൽ യെസ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ആണ് കാണുന്നത്. പക്ഷെ തടസ്സം ഉണ്ട് ഇവിടെ. ഓക്കെ, ചില ഹിഡൻ കാര്യങ്ങളുണ്ട്, സീക്രട്സ് ഉണ്ട് നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, ക്വീൻ ഓഫ് കപ്സും വന്നു. യെസ്, തീർച്ചയായിട്ടും ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. നിങ്ങളോടുള്ള ഫീലിങ്സ് വളരെ സ്ട്രോങ് തന്നെയാണ്. ഓക്കെ, നിങ്ങളോട് വളരെയധികം സ്നേഹം എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. ക്വീൻ ഓഫ് കപ്സ് എനർജി ഉണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ ഇവിടെ മറിഞ്ഞിരിക്കുന്നുണ്ട്. അത് മിക്കവാറും തേർഡ് പാർട്ടിയുടെ കാര്യം. 2 സിറ്റുവേഷൻ ഉണ്ട് അവരുടെ ലൈഫിൽ. ഓക്കെ, തേർഡ് പാർട്ടി ആവാം. സോ തേർഡ് പാർട്ടിയൊക്കെ ആണെങ്കിൽ അവർ ഫാമിലി എന്നൊരു എനർജി ഉണ്ട് ഇവിടെ. ആൻഡ് ചില കാര്യങ്ങൾ മേ ബി നിങ്ങളുടെ ഒരു സീക്രട്ട് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അതുകൊണ്ടാണ്. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ചെറിയ അകൽച്ച, സെപ്പറേഷൻ എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ഒരു എൻഡിങ് എന്ന രീതി കാണുന്നുണ്ട്. അതിപ്പോൾ തേർഡ് പാർട്ടിയുടെ കാരണമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ അകന്നത്. ഓക്കെ, കാരണം നിങ്ങൾ പേഴ്സൺ ഒരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. 2 വഴി ഉണ്ട് അവരുടെ മുമ്പിൽ. സോ അല്ലെങ്കിൽ 2 കാര്യങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. സോ അതിൽ ഏത് വഴി വേണം എന്ന് ചിന്തിക്കുന്ന പോലെയാണ്. ഓക്കെ, പക്ഷെ ഫീലിങ്സ് യെസ്, ഞാൻ പറഞ്ഞ പോലെ എംപ്രസും ഉണ്ട് ആൻഡ് ക്വീൻ ഓഫ് കപ്സും കണ്ടിരുന്നു. സോ യെസ്, ഫീലിങ്സ് നിങ്ങളോട് വളരെ സ്ട്രോങ് ആണ്. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഒരു എൻഡിങ്, സെപ്പറേഷൻ എന്നാണ് കാണുന്നത്. ഓക്കെ, നമുക്ക് ആക്ഷൻ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്ഷൻ എന്തായിരിക്കും നോക്കാം. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കാർഡ്സ് ഇങ്ങോട്ട് വെച്ചു കേട്ടോ. ആക്ഷൻ, വാവ്, ഫ്ലവേഴ്സ് ആൻഡ് സൺ, വാവ്, ബ്യൂട്ടിഫുൾ. അഗൈൻ വീണ്ടും ക്വീൻ ഓഫ് കപ്സ് വന്നു. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും. ഓക്കെ, ലവ്, പക്ഷെ ഒരു ചോയ്സിൻ്റെ സമയം ഉണ്ട് ഇവിടെ.
ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനം എടുക്കാനുണ്ട്. അവർ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അങ്ങനെ, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ ചൂസ് ചെയ്യണോ വേണ്ടേ, നിങ്ങൾ അങ്ങനെ ഒരു ചോയ്സിൻ്റെ ഒരു ടൈമായിട്ട് എനിക്ക് കാണുന്നുണ്ട്. പക്ഷേ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ഗൈഡൻസ് വരുന്ന യെസ്, നിങ്ങളുടെ പേഴ്സണെ പറഞ്ഞ ഒരു ആക്ഷൻ പ്രതീക്ഷിക്കാം. നിങ്ങൾ നമ്മുടെ ഒരു റീയൂണിയൻ ഹാപ്പിനെസ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ഫീലിങ്സ് അഗൈൻ വന്നിട്ടുണ്ട് ക്വീൻ ഓഫ് കപ്സ്. അവർ ഒരു ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യാൻ അവർ ലേഡി ആവണമെന്നില്ല, നിങ്ങളുടെ പാർട്ട്ണർ ജെൻസും ആവാം ലേഡീസും ആവാം. സോ അത് അങ്ങനെ എടുക്കും. അവർ നിങ്ങളോടൊരു ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനും പറയാനും വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. പ്രോപ്പർ ആക്ഷൻ ആയിട്ട് ഒരു കാർഡ് കൂടി ഞാൻ എടുക്കട്ടെ. ഒരു ആക്ഷൻ കാർഡ്, സോറി, ഒരു പ്രോപ്പർ ആക്ഷൻ കാർഡ് അവരുടെ ഭാഗത്തുനിന്ന്. ഓക്കെ, ഏസ് ഓഫ് വാൻഡ്സ് ആണ്. സി അവർക്ക് പാഷൻ ഒരുപാടുണ്ട്, നിങ്ങളോട് പാഷൻ ഉണ്ട്, അട്രാക്ഷൻ ഉണ്ട്, നിങ്ങൾ തമ്മിലൊരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും. ഓക്കെ, ഒരു മൂവ്മെൻറ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഓഫറായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യൽ എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. കാരണം നിങ്ങളുമായിട്ട് അവർ ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു പോസിറ്റീവ് കാർഡ് നമുക്ക് യൂണിവേഴ്സ് തന്നിട്ടുണ്ട്, സൺ കാർഡ് ഉണ്ട്. കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കും, നിങ്ങൾ തമ്മിലൊരു ഹാപ്പിനെസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട് എനിക്ക്. ഏസ് ഓഫ് വാൻഡ്സ് ആണ്, വളരെ നല്ല കാർഡാണ്. സോ യെസ്, ഒരു പുതിയ തുടക്കം വരും. ഇപ്പം അകൽച്ച ഉണ്ടെങ്കിൽ തന്നെ ഓക്കെ, മനസ്സിൽ അവർക്ക് ഫീലിങ്സ് ഉണ്ട്. അത് അവർ തുറന്ന് പറയാതെ ഇപ്പം അവർ ഇത്തിരി ഒന്ന് മാറി നിൽക്കുന്നത് മാത്രമാണ്, സിറ്റുവേഷൻ കാരണമാണ്. ഓക്കെ, അവർ തീർച്ചയായിട്ടും വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്കുള്ള ടൈമിംഗ് എടുക്കാം. ഇവിടെ എപ്പോഴേക്കും നമുക്ക് പ്രതീക്ഷിക്കാം നോക്കാം. എപ്പോഴേക്കാണ് നമുക്കൊരു ഒരു റിയൂണിയൻ നിങ്ങൾ തമ്മിൽ എപ്പോൾ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു മെസ്സേജ് വരുന്നതോ കണക്ഷനോ എന്തായാലും നമുക്ക് കാർഡ് കിട്ടുന്ന. നെക്സ്റ്റ് ഫോൾ നവംബർ. ഓക്കെ, മതി. ബൈ ദ എൻഡ് ഓഫ് ദി ഇയറും ഉണ്ട് ഇവിടെ. സോ നിങ്ങൾക്ക് നെക്സ്റ്റ് ഫോൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇപ്പോൾ ഇവിടെ ഒരു ഫോളിൻ്റെ സമയം വരികയാണ്, ഈ ഒക്ടോബർ നവംബർ. സോ എൻ്റെ ഇവിടെ നവംബറും കിട്ടിയിട്ടുണ്ട്. സോ ഒന്നുമില്ലെങ്കിൽ ഈ ഒക്ടോബർ നവംബർ അല്ലെങ്കിൽ അടുത്ത ഒക്ടോബർ, പക്ഷേ അത്രയ്ക്ക് പോകും തോന്നുന്നില്ല എനിക്ക്. കാരണം ഫീലിങ്സ് ഒരുപാട് സ്ട്രോങ് ആണ്. ഇനിയിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഒരുപാട് നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ മാത്രം ചിലപ്പോൾ ഡിലേ ആയിട്ട് 12 എന്ന് പറയുമ്പോൾ മേ ബി അടുത്ത വർഷം അത്രയ്ക്ക് പോവില്ല. ബിക്കോസ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ പോസിറ്റീവാക്കി വെക്കുക. നിങ്ങൾ അങ്ങോട്ട് ചേസിങ് നിർത്തുക. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം ചേസ് ചെയ്യാതിരിക്കുക, നിങ്ങളൊന്ന് ചോദിക്കാൻ പോവാതിരിക്കുക. ഫസ്റ്റ് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ മാറ്റങ്ങൾ വരുത്തൂ. സോ ഇതെല്ലാം കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് നടക്കും. ഓക്കെ, നെക്സ്റ്റ് ഫോൾ എന്ന് പറയുമ്പോൾ ഓട്ടം എന്ന രീതിക്കാണ്. ഒക്ടോബർ നവംബർ ആ ഒരു പീരീഡാണ്. എൻ്റെ ഇവിടെ അഗൈൻ നവംബർ ഉണ്ട്. സോ രണ്ടൊരു കൺഫർമേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഡിലേ ചെയ്യാതിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ചോദിക്കാനോ പറയാനോ ഒന്നും പോകണ്ട. നിങ്ങൾ സമയം കൊടുക്കൂ, സ്പേസ് കൊടുക്കൂ, പേഴ്സൺ ഇങ്ങോട്ട് വരട്ടെ. ഓക്കെ, നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കും വേണം. ഓക്കെ, അല്ലാതെ കരഞ്ഞ് ഇതാക്കി ഇരിക്കലല്ലോ, നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കും വേണം. അപ്പോഴേ പലതും നടക്കുള്ളൂ. ഓക്കെ, സോ നിങ്ങൾക്കുള്ള ഗൈഡൻസ് കൂടി എടുക്കാം. ഇത് നോ കോൺടാക്ട് ഉള്ളവർക്കാണ്. സോറി, ഞാനിന്ന് ആകെ ഒരു സോറി, അതൊന്ന് എൻ്റെ ഒരു ഫോക്കസിലാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഗൈഡൻസ് യൂണിവേഴ്സ് എന്താ പറയുന്നത്? ക്ലാരിറ്റി, അഡ്മയർ, സിങ്ക്രോണിസിറ്റി. സി ആക്ച്വലി ഇവിടെ സോൾ കാർഡ് നമുക്ക് നേരത്തെ ചാടി വന്നിരുന്നു, വീണ്ടും ഇവിടെ സോൾ വന്നിട്ടുണ്ട്. സോറി, യുവർ സോൾ ഇസ് പ്രിപ്പയർ, ഞാൻ മേലെ കവർ ചെയ്യാം. യുവർ സോൾ ഇസ് പ്രിപ്പയറിംഗ് ടു റീകണക്ട്, ട്രസ്റ്റ് ഇൻ ദ പ്രോസസ്. ഓക്കെ, സോ നിങ്ങളോട് പറയുന്നത് സോൾ ഈസ് പ്രിപ്പയറിംഗ് ടു റീകണക്ട്. ഓക്കെ, അതായത് നിങ്ങളുടെ സോൾസ് വീണ്ടും അലൈൻ ആയി വരും. ലവേഴ്സ് കാർഡ് ഉണ്ടായിരുന്നു നമുക്ക് ഇവിടെ. സോ യെസ്, ലവേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് റീയൂണിയൻ്റെ എനർജിയാണ്. നിങ്ങൾ തമ്മിൽ ഒന്നിക്കാനുള്ള എല്ലാ എനർജിയും ഉണ്ട് ഇവിടെ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരല്പം ട്രസ്റ്റ് ഇൻ ദ പ്രോസസ് എന്ന് പറയുന്നത്, നിങ്ങളോട് പറയുന്നത് യൂണിവേഴ്സിൽ ട്രസ്റ്റ് വെക്കുക. ഓക്കെ, നിങ്ങൾ ചേസിങ് പോവാതിരിക്കുക. നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് വേണ്ട അവർ വരാൻ, അവരായിട്ട് വന്നോളും. ഓക്കെ, സോ വെയിറ്റ് ചെയ്യൂ. ക്ലാരിറ്റി, ടേക്ക് ടൈം ടു തിങ്ക് അബൌട്ട് യുവർ സിറ്റുവേഷൻ ടു ഗെയിൻ. നിങ്ങൾ കാര്യങ്ങൾ നല്ലോണം ഡീപ്പായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് ഇവിടെ അഡ്മയർ എന്ന് പറയുന്നുണ്ട്. ഇറ്റ്സ് ടൈം ടു തിങ്ക് ഓഫ് എവറിത്തിങ് ദാറ്റ് യു അഡ്മയർ ഇൻ യുവർ പാർട്ട്ണർ. ഓക്കെ, സി അവർക്ക് നെഗറ്റീവ് ഒരുപാട് കാര്യങ്ങളുണ്ടാവും, നെഗറ്റീവ് വശങ്ങളുണ്ട്, നിങ്ങളുടെ സിറ്റുവേഷനിൽ ഒരുപാട് നെഗറ്റീവ് ഉണ്ട്. അതിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ചിന്തിക്കൂ. ഓക്കെ, നിങ്ങൾ ആ പേഴ്സൻ്റെ നല്ല ക്വാളിറ്റീസിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്ത നല്ല സമയങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുക നിങ്ങൾ. ഓക്കെ, ആൻഡ് ഇവിടെ ഡിവൈൻ സോൾ കൗണ്ടർ പാർട്ട് റിലേഷൻഷിപ്പ് ഇസ് ബ്ലെസ്ഡ് വിത്ത് അമേസിംഗ് മൊമെന്റ്സ് ഓഫ് സിങ്ക്രോണിസിറ്റി. സി നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഒരു സോൾ കണക്ഷൻ ആണ്. നമുക്കിവിടെ വീണ്ടും ഒരു സോൾ എന്നുള്ളൊരു കാർഡും കിട്ടിയിരുന്നു. സോ നിങ്ങൾ തമ്മിലുള്ള സോൾ കണക്ഷൻ ഉണ്ട് തീർച്ചയായിട്ടും. എനിക്ക് ഏഞ്ചൽ നമ്പേഴ്സ്, നിങ്ങൾക്ക് യൂണിവേഴ്സൽ സയൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് യൂണിവേഴ്സ് ദാറ്റ് ഈ കണക്ഷൻ എവിടെയും പോവില്ല എന്നുള്ളത്. ആ ഒരു വിശ്വാസം നിങ്ങൾ വെക്കാം. ആൻഡ് പേഴ്സണിനെ ചേസ് ചെയ്യാൻ പോവാതിരിക്കാം. ഓക്കെ, അതാണ് നിങ്ങൾ ആദ്യം വേണ്ടത്. ഓക്കെ, ഐ ഹോപ്പ് മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ അധികം നീട്ടുന്നില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ കോൺടാക്റ്റ് ഉള്ള ആൾക്കാർക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് ആൻഡ് അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഫ്യൂച്ചർ എന്താ പ്രതീക്ഷിക്കാൻ പറ്റും.
കോണ്ടാക്ട് ഉള്ള ആൾക്കാർക്ക് കോണ്ടാക്ട് ഉള്ളവർക്ക് നിങ്ങളുടെ പേഴ്സന്റെ ഫീലിങ്സ്. മജീഷ്യൻ, 4 ഓഫ് കപ്സ്, മൂൺ. ഓക്കെ, കോണ്ടാക്ട് ഉണ്ട് നിങ്ങൾ തമ്മിൽ. പക്ഷേ ഐ തിങ്ക് ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം പേഴ്സൺ ഒരു താല്പര്യമില്ലാതെ ഇരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഓക്കെ, ഡെത്ത് കാണുന്നുണ്ട്. ഇവിടെ ഒരു എൻഡിങ് എന്ന രീതിക്ക് എനിക്ക് തീരെയും കിട്ടുന്നില്ല. പക്ഷെ ഒരു ഡെത്ത് എനർജി ഉണ്ട്. ഡെത്ത് എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് നമുക്ക് ഇവിടെ എടുക്കാം. ഒരു മാറ്റം വരാനുണ്ട് നിങ്ങളുടെ സിറ്റുവേഷനിൽ. ചിലപ്പോൾ ഇപ്പം നിങ്ങൾ സെപ്പറേറ്റഡ് അല്ലെങ്കിൽ ചിലപ്പോൾ മുന്നോട്ടൊരു സെപ്പറേഷൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, പക്ഷെ അത് ഇതൊന്നും പേടിക്കാതിരിക്കുക. ബിക്കോസ് ഈ ഒരു ഡെത്ത് വരുന്ന അല്ലെങ്കിൽ ഒരു എൻഡിങ് വരുന്നത് അത് ചില സമയത്ത് നല്ലതിനായിരിക്കും. ഓക്കെ, അത് നിങ്ങളെ സിറ്റുവേഷൻ ഒന്ന് മാറി വരാൻ അത് ആവശ്യമായിരിക്കും. അങ്ങനെയാണ്. ഓക്കെ, ഇവിടെ ചില കാര്യങ്ങൾ ഇപ്പോഴും ഹിഡൻ ഉണ്ട്, ചില സീക്രട്സ് ഉണ്ട്, ചില ഒരു മറച്ചു വെക്കലുണ്ട്, എന്തൊക്കെയോ മറഞ്ഞിരിക്കുന്ന പോലെ ഉണ്ട് ചില കാര്യങ്ങൾ. നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലേ സിറ്റുവേഷനെ കുറിച്ച്. ഓക്കെ, പേഴ്സൺ ഒരല്പം താല്പര്യമില്ലാതെ ഇരിക്കുന്ന പോലെയുണ്ട്. പക്ഷേ ഈ സിറ്റുവേഷൻ എൻ്റെ ആയിട്ടൊന്നുമില്ല. ഓക്കെ, മജീഷ്യൻ കാർഡാണ്. നിങ്ങൾ തമ്മിലുള്ള ആക്ച്വലി നമ്മൾ പറയില്ലേ യൂണിവേഴ്സായിട്ട് നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നിക്കാനുള്ള വഴികൾ ഓപ്പൺ ആണ് ഇപ്പോഴും. ഓക്കെ, മജീഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു മാനിഫെസ്റ്റിംഗ് എനർജി എടുക്കാം. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ അവരായിരിക്കാം. ഓക്കെ, മനസ്സുകൊണ്ട് ശരിക്കും രണ്ടുപേരും ഇത് വിട്ട് കളഞ്ഞിട്ടില്ല. ഓക്കെ, സോ കോൺടാക്ട് ഉണ്ട്. നിങ്ങൾ മേ ബി സംസാരം ഉണ്ടാവില്ല, അധികം സംസാരിക്കുന്നുണ്ടാവില്ല, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ക്ലാരിറ്റി ഇല്ലായ്മ കാണുന്നുണ്ട് ഇവിടെ. പക്ഷെ ഒരു ഡെത്ത് വരാനുള്ള ഒന്നുമില്ലെങ്കിൽ എൻഡിങ് വരും, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ്റെ മാറ്റം. ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷൻ എന്നെടുത്തോളൂ, കുറച്ചൊരു അകൽച്ച എന്നെടുത്തോളൂ. ഓക്കെ, സൈലൻസ് എന്നെടുത്തോളൂ. അങ്ങനെ സൈലൻസ് ഉണ്ടെങ്കിൽ അതിലും നിങ്ങൾക്കൊരു മാറ്റം നിങ്ങൾക്ക് കാണും. ഓക്കെ, ഒരു ചേഞ്ച് വരുന്നതായിട്ട് കാണുന്നില്ല. മുന്നോട്ട് ആക്ച്വലി ടെമ്പറൻസ് ആണ്. സോ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു നമ്മൾ പറയുക കോംപ്രമൈസ് വന്ന് നിങ്ങൾ തമ്മിൽ ഒരു ബാലൻസിങ് വരാനുള്ള സാധ്യതയാണ് എനിക്ക് കാണുന്നത്. ഇപ്പോൾ ഒരല്പം കാര്യങ്ങൾ ക്ലിയർ അല്ല എന്താണെന്നുള്ളത്. നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ പറയില്ലേ ഒരു ക്ലാരിറ്റി ഇല്ല, ഇവിടെ എന്താണെന്നുള്ളതൊന്നും അറിയുന്നില്ല. അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ തമ്മിലൊരു എൻഡൊന്നും ആയിട്ടില്ല. ഓക്കെ, ഈ സിറ്റുവേഷൻ നിങ്ങൾ തമ്മിലൊരു ബെറ്റർമെന്റിലേക്ക് വരും. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു കോംപ്രമൈസ്, ഒരു കുറച്ച് മാറ്റങ്ങൾ വരാനുണ്ട് ഇവിടെ. ആ മാറ്റം ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ചെയ്യേണ്ടതായിരിക്കാം, അല്ലെങ്കിൽ ഇത് യൂണിവേഴ്സായിട്ട് ചിലപ്പോൾ ചെയ്യും. ഓക്കെ, ഒരു സിറ്റുവേഷൻ ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിച്ചോളൂ. നിങ്ങളെ തമ്മിൽ അലൈൻ ചെയ്യാൻ, ഓക്കെ, നിങ്ങളെ തമ്മിൽ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ആക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സായിട്ട് ചില കാര്യങ്ങൾ മാറ്റാനുള്ളത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് എന്നാണ് ഞാൻ പറയാൻ വന്നത്. സോറി, അത് ഞാൻ വിട്ടുപോയി. പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ്, അവർക്ക് ഈ റിലേഷൻ വേണം എന്ന് തന്നെയാണ്. പക്ഷെ അവർ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നുന്നു. ചിലപ്പോൾ അതായിരിക്കും. ഓക്കെ, ലെറ്റ്സ് സീ. ഒന്നുകൂടി ഞാൻ അവരുടെ ഫീലിങ്സ് ഒന്നുകൂടി ഡെപ്തിൽ എടുക്കാൻ ആക്ഷൻ എടുക്കും. ഫീലിങ്സ് അഗൈൻ ചെയ്യണ്ടേ. വാവ്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച പോലെ എല്ലാം നടക്കും, മാറി വരും. പക്ഷെ അതിനൊരു സെപ്പറേഷൻ ആദ്യം ആവശ്യമാണ്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേറ്റഡ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സെപ്പറേറ്റഡ് ഫീലിംഗ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക്. ഇവിടെ ഞാൻ കോൺടാക്ട് ഉള്ളവരെ എന്നാണ് പറഞ്ഞത്. പക്ഷേ കോൺടാക്ട് ഉണ്ടെങ്കിലും ചിലപ്പോൾ സൈലൻ്റ് ആയിരിക്കാം. നിങ്ങൾ പേഴ്സൺ ഒന്നും പറയുന്നുണ്ടാവില്ല, ഒന്നും നിങ്ങൾ തമ്മിൽ വിട്ടുപോയിട്ടുമില്ല എന്നോട്ട് നമ്മൾ പറയില്ലേ ഒന്നിച്ചുമല്ല എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥ. പക്ഷെ ഇവിടെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സിറ്റുവേഷൻ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ട സന്തോഷം, നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലാവാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് വരാൻ ഒരു മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പല കാര്യങ്ങളെക്കുറിച്ചും ആക്ച്വലി ഇവിടെ ചിന്തിക്കുന്ന പോലെയുണ്ട്. ഓക്കെ, സോ അവരിൽ മാറ്റങ്ങൾ യൂണിവേഴ്സായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. ഈ ഡെത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ യൂണിവേഴ്സ് നമ്മളെ ഒരു പുഷ് ചെയ്യും, ചില കാര്യങ്ങൾ നമ്മൾ ആലോചിക്കാനും മനസ്സിലാക്കാനും തിരിച്ചറിയാനൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ. സോ ഈ ഒരു സമയം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങളെ അതൊരു ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കൊരു സന്തോഷം വരാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫീലിങ്സ് ആയിട്ട് എനിക്ക് ആക്ച്വലി സത്യം പറഞ്ഞാൽ ഇപ്പോൾ പേഴ്സൺ ഇതിൽ എന്താ പറയുക ഒരു താല്പര്യമില്ലാത്ത മട്ടിലിരിക്കുന്ന. ബട്ട് ഡോണ്ട് വറി, അത് നെഗറ്റീവ് അല്ല. ഓക്കെ, അങ്ങനെ ചിന്തിക്കണ്ട. ഇപ്പം അവർ തൽക്കാലം അവർക്ക് വേണം എന്ന് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ അവർ ഒരു മാറി നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ്. നമുക്കൊരു ആക്ഷൻ നോക്കാം പേഴ്സൻ്റെ. വീണ്ടും ഒരേ കാർഡ്സ് നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് തന്നെയാണ് എനിക്കിവിടെ കിട്ടുന്നത്. അല്ലെങ്കിൽ വരും. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. വളരെ ഹൈ പോസിബിലിറ്റി ആണ് ഇവിടെ.
ഓൾറെഡി ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവാം. ഞാൻ അടുത്ത് കോണ്ടാക്ട് ഉള്ളവർ എന്ന രീതിയിലാണ്, പക്ഷെ ഇവിടെ എനിക്ക് നോ കോണ്ടാക്ട് ആണ് കൂടുതൽ ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ വരും, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ബ്രേക്ക് ചെയ്ത് കേൾക്കുമ്പോൾ നിങ്ങൾ ടെൻഷൻ ആവരുത്. അത് ബ്രേക്കപ്പ് വരുന്നതിന് ഗോ വിത്ത് ഫ്ലോ. ഓക്കെ, പോകുന്ന പോലെ പോട്ടെ എന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെ സംഭവിക്കാനുണ്ട്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ബ്രേക്കപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ആക്ച്വലി വീണ്ടും വളരെ സ്ട്രോങ് ആയിട്ടൊരു കണക്ഷനാണ് വരാൻ പോകുന്നത്. ജസ്റ്റിസ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, ന്യായം കിട്ടാൻ പോകുന്നുണ്ട്. കുറച്ച് പേർക്ക് കമ്മിറ്റഡ് ആയിട്ട് റിലേഷൻഷിപ്പ് കിട്ടും, അല്ലെങ്കിൽ ഒരു ബന്ധം നിങ്ങൾ തമ്മിൽ കമ്മിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ന്യായം നിങ്ങളുടെ ഭാഗത്ത് അവർ ചെയ്യും. ഓക്കെ, ബട്ട് അതിന് വേണ്ടി ഐ തിങ്ക് ആദ്യം ഒരു ബ്രേക്കപ്പ് ഇവിടെ വരാനുണ്ട്. നിങ്ങൾ തമ്മിൽ ഇത് ബ്രേക്കപ്പ് ആയിട്ട്, ഈ പൈലേഴ്സ് ഞാൻ പറഞ്ഞത് കോണ്ടാക്ട് ആയിരുന്നു, പക്ഷെ ഐ ഫീൽ ലൈക്ക് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ബ്രേക്കപ്പിന്റെ വക്കിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ശരിക്കും വരും എന്നുള്ള. ഡെത്ത് ഉണ്ട്, ടവർ ഉണ്ട്, ത്രീ സോർട്സ് ഉണ്ട്, എൻഡിങ് എന്ന് കാണുന്നുണ്ട്. എനിക്ക് ഐം സോറി. ഓക്കെ, ബട്ട് ഇവിടെ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് ഏസ് ഓഫ് സോർട്സ് ഉണ്ട്. പുതിയൊരു തുടക്കം നിങ്ങൾക്ക് വരും. പേഴ്സൺ നിങ്ങളുടെ അടുത്ത് കമ്മിറ്റ്മെൻറ്റുമായിട്ട് വരും, ആക്ഷൻ എടുക്കും നിങ്ങൾക്ക് വേണ്ടി എന്നാണ്. തീർച്ചയായിട്ടും ആക്ച്വലി ഇതിവിടെ വളരെ സ്ട്രോങ് ആക്ഷൻ ആണ് കാണുന്നത്. അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാനോ അല്ലെങ്കിൽ ഒരു തുടക്കം തീർച്ചയായിട്ടും അവർ ശ്രമിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഈ സിറ്റുവേഷനിൽ എപ്പോൾ നമുക്കൊരു ചേഞ്ച് കാണും എന്ന് നമുക്ക് നോക്കാം. ഒരു ടൈമിംഗ് കാർഡ് എടുക്കാം. എപ്പോഴാണ് ഇതിലൊരു സിറ്റുവേഷനിൽ ചേഞ്ച് നമുക്ക് കാണാം എന്ന് നോക്കാം. It's time to move forward. Okay. June. Okay. It's in the past. Okay. I think നിങ്ങൾ ഓൾറെഡി ഇവിടെ എനിക്ക് ആ ഒരു ബ്രേക്കപ്പ് എനർജി വീണ്ടും വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ മാറി വരും എന്ന രീതിയിൽ പറയാം നമുക്കിവിടെ. ഇറ്റ്സ് ഇൻ ദ പാസ്റ്റ്, അതായത് പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങൾ അത് മാറി വരും. നിങ്ങളിപ്പോൾ മൂവ് ഓൺ ചെയ്യേണ്ട ഒരു സമയമാണ്. ഐ തിങ്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഒരു ആക്ഷൻ വേണ്ടത്. നിങ്ങളായിട്ടാണ് ഐ തിങ്ക് ചിലത് ലെറ്റ് ഗോ ചെയ്യാനുള്ളത് ഇവിടെ, നിങ്ങളുടെ പേഴ്സൺ അല്ല. ഐ തിങ്ക് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സൈലൻ്റ് ആണ്, കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് നിങ്ങളാണ് ആ ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടത് പ്രോബബ്ലി ബ്രേക്കപ്പിൻ്റെ. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കും അത് വരിക എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളോട് മൂവ് ഓൺ എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ ഒരു ജൂൺ എന്ന് കാണുന്നുണ്ട് നമുക്ക്. അടുത്ത ജൂണിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ബെറ്റർ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, സിറ്റുവേഷൻ നമ്മൾ ചോദിച്ചത് എപ്പോഴാണ് പേഴ്സണൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ മാറ്റം കാണുക എന്നാണ് ഞാൻ ചോദിച്ചത്. സോ എനിക്ക് ജൂൺ ആണ് ഒരു ആൻസർ കിട്ടുന്നത്. അതിന് മുമ്പ് എന്തെങ്കിലും പേഴ്സണൽ ഭാഗത്ത് ആക്ഷൻ ഉണ്ടാവുമോ നോക്കാം നമുക്ക്. പേഴ്സണൽ ഭാഗത്ത് ആക്ഷൻ എപ്പോഴുണ്ടാവുക സം ടൈം ഇൻ ദ ഫ്യൂച്ചർ. ഇല്ല, ടൈമിംഗ് ഭയങ്കര ഡിലേ ആണ് കാണിക്കുന്നത് എനിക്ക്. ടൈമിംഗ് ഭയങ്കര ഡിലേ വരുന്നുണ്ട്. ഓക്കെ, ഇതൊന്നും നിങ്ങൾ പാസ്റ്റിൽ ലെറ്റ് ഗോ ചെയ്യേണ്ടത്. ഐ തിങ്ക് ഇത് എന്താണെന്ന് വെച്ചാൽ ഈ ഹാർട്ട് ബ്രേക്ക് നിങ്ങൾ പാസ്റ്റിൽ ഉപേക്ഷിക്കണം. അതായത് നിങ്ങൾ ഈ സിറ്റുവേഷനിൽ സ്റ്റക്കായി നിൽക്കും തോറും നിങ്ങൾക്ക് ഈ വേദന നിങ്ങളുടെ ഉള്ളിൽ കിടക്കും. ഓക്കെ, ഈ വേദനയെ നിങ്ങൾ ആദ്യം ലെറ്റ് ഗോ ചെയ്യണം. വേദന ലെറ്റ് ഗോ ചെയ്യണമെങ്കിൽ പ്രോബ്ലം നിങ്ങൾ പേഴ്സണിനോട് പറയണം, തുറന്ന് പറയണം. എന്നിട്ട് ഇന്ന കാര്യങ്ങൾ എനിക്ക് ശരിയല്ല, എനിക്ക് പറ്റില്ല എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ പറയണമായിരിക്കും. നിങ്ങൾ അവിടെ ഒരു ലെറ്റിംഗ് ഗോ നിങ്ങളായിരിക്കും ചെയ്യേണ്ടത് എന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഒരു എൻഡിങ് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് വരേണ്ടത്. സം ടൈം ഇൻ ദ ഫ്യൂച്ചർ എന്നേ പറയുന്നുള്ളൂ. സോ ഒരു ക്ലിയർ നമുക്ക് എപ്പോ എന്ന് പറയുന്നില്ല. ബിക്കോസ് ഐ തിങ്ക് അത് നിങ്ങളുടെ ഒരു തീരുമാനം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത് എൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഇതിൽ മാറിപ്പോവാനുള്ള ഒരു തീരുമാനം നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കും വരേണ്ടത്. ലേൺ, കണ്ടോ, ട്രൂ ലവ്, ബൗണ്ടറീസ്. എക്സാക്ട്ലി. നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ബൗണ്ടറി വെക്കാൻ പഠിക്കണം. പേഴ്സൺ ഇങ്ങനെ നിങ്ങൾ തമ്മിലുള്ള ഒരു സിറ്റുവേഷൻ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒരു ഫൈറ്റോ പ്രശ്നങ്ങളോ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ അതിനെ അവരോട് പറയും. എന്തെങ്കിലും നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വരും. കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തൽക്കാലം ഒരു ചെറിയ സെപ്പറേഷൻ വരും. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും പേഴ്സൺ അതിനൊരു ക്ലിയർ ആയിട്ടൊരു ആൻസർ തരിക അല്ലെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവരിക പേഴ്സൺ ചെയ്യില്ല. അത് കഴിഞ്ഞ് അവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളൊന്ന് തണുത്തൊക്കെ കഴിയുമ്പോൾ വീണ്ടും അവർ വരും, നിങ്ങൾ സംസാരിക്കും, വീണ്ടും അതേപോലെ പോയിക്കൊണ്ടിരിക്കും. അഗെയിൻ സെയിം സിറ്റുവേഷൻ വരും. സോ ഇങ്ങനെ സൈക്കിൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യേണ്ടത് നിങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ബൗണ്ടറി വെക്കാൻ പഠിക്കണം. ദാറ്റ് ഇവിടെ നിങ്ങൾ ഇനി വീണ്ടും വീണ്ടും ഇത് അനുവദിച്ചു കൊടുക്കാൻ തയ്യാറാണോ എന്നുള്ളത് നിങ്ങളാണ് പഠിക്കേണ്ടത്. പേഴ്സൺ ഇങ്ങനെ വരും, സംസാരിക്കും, ഓക്കെ, തൽക്കാലം ഒന്ന് ഓക്കെ ആക്കും, പിന്നെയും പോവും, പിന്നെയും വരും. സോ ഇത് നിങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ ഇനി നിങ്ങൾ തയ്യാറാണോ എന്ന് നിങ്ങളുടെ ഭാഗത്താണ് മാറ്റം കൊണ്ടുവരേണ്ടത്. ഓക്കെ, ബൗണ്ടറീസ് നിങ്ങളാണ് വെക്കേണ്ടത്. ഇനി ഓക്കെ, നിങ്ങൾ പറയണം എനിക്ക് പറ്റില്ല, ഇനി എനിക്കിങ്ങനെ സാധിക്കില്ല, എനിക്കിങ്ങനെ വേണ്ട എന്ന് നിങ്ങൾ പറയാൻ എന്ന് നിങ്ങൾ പഠിക്കുന്നോ അന്നേ ഈ സിറ്റുവേഷൻ ചേഞ്ച് ആവുള്ളൂ. അപ്പോഴേ ആ ഡെത്ത് സിറ്റുവേഷനും ടവറും ഒരു ബ്രേക്കപ്പ് വരാൻ പോസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രേക്കപ്പ് വരാം. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക,
ഈ വേദനയിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യാണ് നിങ്ങൾക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് നിങ്ങൾ. അതിലെന്താ തെറ്റ്? ഓക്കെ, എപ്പോഴും എല്ലാം അവരുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മാത്രം മതിയോ? അവർ തെറ്റുകൾ നിങ്ങൾ പലതവണ മാപ്പ് കൊടുക്കാം, വീണ്ടും വീണ്ടും അവർ വരുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് വീണ്ടും നിങ്ങൾ വിചാരിക്കും അവരെന്നെ വിട്ടുപോയില്ലല്ലോ, തിരിച്ചു വന്നല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ വീണ്ടും വിട്ടുകൊടുക്കും. സോ അങ്ങനെ എത്ര കാലം? ഓക്കെ, ഈ ഒരു ചേഞ്ച് നിങ്ങളിലാണ് വരേണ്ടത്. ലേൺ ആൻഡ് ബൗണ്ടറീസ് പറയുന്നത്. ലെറ്റ് ലവ് ഷോ യു ഹൗ ടു ലേൺ ഫ്രം ഈച്ച് അതർ. ശരിക്കും എന്താ ചെയ്യേണ്ടത്? ഒരു സ്നേഹം എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മളെ വളരാനാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാതെ നമ്മളെ തളർത്താനല്ല. സോ നിങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട് പലതും എന്നാ പറയുന്നത്. ആൻഡ് ട്രൂ ലവ് ആണ് നിങ്ങൾ തമ്മിൽ. നിങ്ങളെ ടെൻഷനൊന്നും വേണ്ട. ട്രൂ ലവ് കംസ് വെൻ യു ലീസ്റ്റ് എക്സ്പെക്റ്റഡ്. ഇത് നിങ്ങൾ തമ്മിലുള്ളത് ബന്ധം ശരിക്കും ഒരു സ്ട്രോങ് ബോണ്ട് തന്നെയാണ്. യൂണിവേഴ്സായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു നല്ലൊരു സ്ട്രോങ് ബോണ്ടാണ്. നിങ്ങൾ തമ്മിൽ എവിടെയും വിട്ടൊന്നും പോവില്ല. അത് നിങ്ങളുടെ പേടി മാത്രമാണ്. നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കും എന്നിട്ട് ഇത് എവിടെയും പോവില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, കാരണം നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ അവനവൻ്റെ വാല്യൂ ഒന്ന് തിരിച്ചറിയൂ. ഓക്കെ, അങ്ങനെ ആ പേഴ്സൺ നിങ്ങളെ വീണ്ടും 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 നിങ്ങൾ അവരുടെ ഭാഗം മനസ്സിലാക്കി അവരെ വിട്ടുകൊടുത്ത് നമ്മൾ ചെയ്യണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എത്ര കാലം? ഓക്കെ, അവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഒരു പോയിന്റ് വെക്കേണ്ടി വരും. നിങ്ങളുടെ ഒരു ബൗണ്ടറി നിങ്ങൾ വെക്കേണ്ടി വരും. ഓക്കെ, ഐ തിങ്ക് ഇപ്പോൾ ആ ഒരു സ്റ്റേജ് എത്തി നിൽക്കുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ചെയ്ത് കാണാൻ അല്ലെങ്കിൽ ചെയ്യാനുള്ള അത് യൂണിവേഴ്സായിട്ട് ചെയ്യിക്കും. അതങ്ങനെയാണ്. എനിവേ, ഡെത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കും. ഓക്കെ, പക്ഷെ സമയം അങ്ങനെ ഒരു ഗ്യാരണ്ടി പറയുന്നില്ല. ബിക്കോസ് ആ സ്റ്റെപ്പ് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് വരേണ്ടത്. അത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലേ ഈ ഒരു എനർജിയിൽ മാറ്റങ്ങൾ വരുള്ളൂ. ഈ സെക്കൻഡ് പൈല് ഐ ഡോണ്ട് നോ, നെക്സ്റ്റ് സ്പ്രിങ്. ഓക്കെ, നെക്സ്റ്റ് സ്പ്രിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാർച്ച് ഏപ്രിൽ സമയമൊക്കെയാണ്. സോ മേ ബി ജസ്റ്റ് ഞാൻ നോക്കിയ സ്ഥിതിക്ക് എനിക്ക് കണ്ടു. ഓക്കെ, എന്തായാലും എല്ലാം നിങ്ങൾക്കൊന്ന് ക്ലിയർ ആയിട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ബാക്കി ക്ലാരിറ്റി നമുക്ക് ഇനി കൂടുതൽ വേറെ റീഡിങ്സ് ഞാൻ കൊണ്ടുവരാം. ഇന്നിപ്പോൾ തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ആൻഡ് മേ ബി ഇനിയിപ്പോൾ ഞാൻ എപ്പോഴാണ് വരികയെന്നും എനിക്കറിയില്ല. മേ ബി ഒരു 3-4 ദിവസം ചിലപ്പോൾ ഞാൻ തീരെ ഉണ്ടായിരുന്നു വരില്ല. ഓക്കെ, എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.